ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു യാത്ര പോവുകയാണ് 2024 ജനുവരി 1-ന്. രാവിലെ തന്നെ ഒരു ലോങ് യാത്രയാണ്. കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് ആ ഭാഗത്തേക്ക് പോവുകയാണ്. എന്താണ് വിശേഷം എന്നുള്ളത് ഞാൻ യാത്ര മധ്യേ പറയാം. ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് എത്ര മണിക്ക് എത്തുമെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ സംശയം. നല്ല ബ്ലോക്ക് ഉണ്ട്. ഒരു ചുവന്ന പെയിൻ്റ് അടിച്ച ബസ്. നമ്മളെ നാട്ടിലാണെങ്കിൽ ടൂറിസ്റ്റ് ബസ്സിന് ചുവപ്പ് പെയിൻ്റ് അടിക്കാൻ പാടില്ലെന്ന്. അപ്പോൾ ഈ ബസ് വേണ്ട, ചുവപ്പ് പെയിൻ്റ് അടിച്ച ബസ്. അത് കർണാടകൻ്റെ ടൂറിസ്റ്റ് ബസ്സാണ്. അപ്പോൾ അവർ ഇതിലൂട്ട് പോകുമ്പോൾ അവർക്ക് ആക്സിഡൻ്റ് ആവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം അവർ വെള്ള പെയിൻ്റ് അടിച്ചിട്ടില്ല. എന്താ ചെയ്യുക, നമ്മുടെ നാടിൻ്റെ ഒരു യാത്രാ മധ്യയിലുള്ള ചെറിയ കാഴ്ചകളാണ്. അതിൻ്റെ ഇടയിലൊരു ആക്സിഡൻറ്റും കണ്ട് ഒരു പെൺകുട്ടി സ്കൂട്ടറിൽ പെട്ടെന്ന് മുമ്പിലുള്ള വണ്ടി ബ്രേക്ക് അടിച്ചാൽ അതിൻ്റെ ബാക്കിൽ പോയിട്ട് കുത്തി. അപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്ത് എണ്ണടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പമ്പിക്ക് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നിന്ന് വിട്ട് ഇനി ഏകദേശം 1 മണിക്കൂർ കൂടുതൽ യാത്ര ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹോസ്ദുർഗ്. അപ്പോൾ ഞാൻ എത്തിയത് ഒരു കോടതിയിലാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഒരു മിനിറ്റ് ഞാനിവിടെ ഒന്ന് അന്വേഷിക്കട്ടെ. ഇപ്പോൾ ഞാൻ വന്ന സ്ഥലം എനിക്ക് വരേണ്ട സ്ഥലം തന്നെയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അവിടെ ഒരു പോലീസുകാരനുണ്ട്. അപ്പോൾ എന്തായാലും ആ പോലീസുകാരനോട് ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഞാൻ കാസർഗോഡ് കോടതിയിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കിപ്പോൾ ഒരാളെ കാണാൻ പറ്റി. അതായത് എന്നാ പോയി കേസ് കൊടു എന്ന സിനിമയിൽ നമ്മളൊരു അതിൽ മെയിനായിട്ടുണ്ടായ ഒരു അഡ്വക്കേറ്റിനെ എനിക്കിപ്പോൾ കാണാൻ പറ്റി. ഒരു ഫോട്ടോ എടുക്കേണ്ട ഒരു അവസരം കിട്ടിയിട്ടില്ല. നോക്കട്ടെ, അവസരം കിട്ടിയാൽ അവരെ ഫോട്ടോ കൂടി എടുക്കാം. അപ്പോൾ ഞാൻ ഈ വരാനുണ്ടായ ആവശ്യം ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മളറിയാതെ പോകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ സത്യത്തിൽ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യാതൊരു പ്രതിയോ കാര്യങ്ങളോ ആയിട്ട് വന്നതല്ല. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തന്നെ പലയിടത്തും പല പ്രശ്നങ്ങൾക്കും വന്നതന്നെ പോലീസുകാർ അവിടെ ഒപ്പിടും ഇവിടെ ഒപ്പിടും എന്ന് പറയും. അപ്പം നമ്മളെന്താക്കും ഒരു ഭയത്തോടെ അല്ലെങ്കിൽ ഒരു അനുസരണയോടെ നമ്മളത് ഒപ്പിടും. അങ്ങനെ ഒരു ഒപ്പിട്ടതിൻ്റെ ഭാഗമാണ് ഞാൻ ഈ 12 വർഷത്തിന് ശേഷം ഈ കോടതിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം. ഈ 12 വർഷത്തിന് ശേഷം കോടതിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് 12 വർഷം മുമ്പ് ഞാൻ ഈ കോടതിയിൽ വന്ന് എന്നുള്ളതല്ല. ഈ കേസിനാസ്പദമായ സംഭവങ്ങൾ ഞാൻ ആദ്യം വർക്ക് ചെയ്ത സ്കൂളുമായി ബന്ധപ്പെട്ട് അവിടെ അഡ്മിഷൻ രജിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു കേസാണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ളൊരു സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂളിൻ്റെ ഓഫീസ് തലത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൊണ്ട് അത് ഓരോ കാര്യങ്ങളും നമ്മളെ കൊണ്ട് പോലീസുകാർ ഇതൊക്കെ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളെ കൊണ്ടിട്ട് ഇതെടുത്തതായിട്ട് കണ്ടതായിട്ടൊക്കെ ഒപ്പിടിക്കും. പക്ഷെ അതിൻ്റെ ഒറ്റൊരു കാരണത്താലാണ് ഞാനിന്നിപ്പോൾ ഇത്രയും ദൂരം വന്നത്. ഇതുപോലെ തന്നെ ഒരു അനുഭവം കൂടി എനിക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്തും ഉണ്ടായിട്ടുണ്ട്. പുറത്ത് കുട്ടികളായിട്ട് ബന്ധപ്പെട്ട തന്നെ ചില കേസുകൾക്ക് നമ്മളെ പേര് വെറുതെ എഴുതിയിട്ട് പോകും. ഒടുവിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഹാജരാകേണ്ടതും വരും. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് അധികമാളും ഒരു ആക്സിഡൻറ്റ് കണ്ടാലും മറ്റുള്ളത് കണ്ടാലും എന്ത് തന്നെയായാലും ഇതിലൊന്നും നിൽക്കാത്തത് എന്ന് സാക്ഷി പറയാനും മറ്റും നിൽക്കാത്തത് എന്ന് തോന്നുന്നു. ഇതന്നെ ഞാനിപ്പോൾ കോടതിയിലേക്ക് കയറിയാണ്. എത്ര സമയം കഴിയുമെന്നറിയില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ എന്നാ പോയി കേസ് കൊടു എന്ന സിനിമയിലെ ഗംഗാധരൻ വക്കീലിനെ കണ്ടു. ആ സിനിമയിലും ഗംഗാധരൻ വക്കീൽ തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവരെ പേരും ഗംഗാധരൻ തന്നെയാണെന്നാണ് ഗംഗാധരൻ വക്കീൽ പറഞ്ഞത്. കേസ് കഴിയുമ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ശേഷമാണ് കേസ് കഴിയുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്തായാലും പെട്ടെന്ന് തന്നെ പുറപ്പെട്ടു. പിന്നെ ഒറ്റക്കായതുകൊണ്ട് തന്നെ എവിടെയും നിൽക്കാണ്ടുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ വഴി മധ്യേ നിന്ന് ഷൂട്ട് ചെയ്യാനോ പിടിക്കാനോ ഉള്ള ഒരു സൗകര്യം കിട്ടിയില്ല.
എങ്ങനെയെങ്കിലും പെട്ടെന്ന് നാട് പിടിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ടാണ് ഈ വോയിസ് ഇടുന്നത്. എന്ത് തന്നെയായാലും എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുള്ളത്, കാരണം നമ്മൾ ഇതുപോലുള്ള കുറേ അബദ്ധത്തിൽ പോയിട്ട് നമ്മളിങ്ങനെ ചാടുമ്പോൾ നമ്മളറിയാതെ പോയിട്ട് വീണ് പോകുന്ന ചില കേസുകളാണ് ഇതുപോലുള്ള കേസുകൾ. അപ്പോൾ ഒടുവിൽ നമ്മളവിടെ എന്തോ ഒരു പ്രതിനെ പോലെ ഇങ്ങനെ പോയി നമ്മളൊരു സമയം മൊത്തം വേസ്റ്റാകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഭിന്നശേഷിയായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിനും അതുപോലെ തന്നെ ബസ്സിനും യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു ഭാരിച്ച ചിലവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായത്. കാരണം കാറെടുത്ത് പോകേണ്ട ഒരവസ്ഥയാണ്. പുതുവർഷത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായതിൽ ഞാനിപ്പോൾ ഒരു തീരുമാനമെടുത്തു. കാരണം ഇത് നമ്മുടെ ജീവിത പാഠങ്ങളിൽ എഴുതി ചേർക്കേണ്ട ഒന്നാണ്.